ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ചുരുക്കത്തിൽ അറിയണമെങ്കിൽ, ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നലെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മത്സരം തീർന്നിട്ടില്ല. ഒരു അവസാനത്തെ ഒരു മത്സരം കൂടിയുണ്ട്. ടയർ ഉരുട്ടിയിട്ട് ഫസ്റ്റ് എത്തുന്നവർ വിജയിക്കും. ഈ ഒരു മത്സരം കൂടിയുണ്ട്. അങ്ങനെ അച്ഛമ്മ അത് പറഞ്ഞു. ടയർ എന്തിനാന്ന് ചോദിച്ചപ്പോൾ ടയർ ഇങ്ങനെ ഉരുട്ടിയിട്ട് ആദ്യം ആ ലൈന് കിടക്കുന്നവരാണ് ഫസ്റ്റ് വിജയി എന്നിങ്ങനെ പറയും. എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് എല്ലാവരും കൂടെ മത്സരിക്കും. അപ്പോൾ ഇത്തവണ നമ്മൾ തന്നെ ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടാവും. സ്വാഭാവികമായും നമ്മുടെ സച്ചി തന്നെയാണ് ജയിക്കുന്നതിന് മുന്നേ ഇത് വിവരിക്കുന്നതിന് മുന്നേ സച്ചി, നീ ഈ ഗ്രാമത്തിൽ കളിച്ച് വളർന്നവനാണ്, നിനക്കറിയില്ലേ, നീ പണ്ട് ടയർ റൊട്ടി കരച്ചെന്നൊക്കെ പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, ഞാനും പണ്ട് ടയർ റൊട്ടി കരച്ചിരുന്നില്ലേ അച്ഛമ്മയെന്ന് പറയും. അപ്പോൾ സച്ചി ഇങ്ങനെ എന്താ പറയുക, സച്ചി ശ്രീകാന്തിനും വർഷക്കുട്ടൊരു കൊട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. സച്ചി ശ്രീകാന്തിനോട് പറയും, നീ വട ഉരുട്ടി കളിച്ചിരുന്നു എന്ന് പറയും. അപ്പോൾ പിന്നെയും ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ വർഷ ചോദിക്കും, ടയറിനെ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, അത് ടയർ വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് പൊഴിഞ്ഞ് തിന്നുവെന്ന് പറയും. അപ്പോൾ അച്ഛമ്മ ഇങ്ങനെ സച്ചിയെ വിളിക്കും, സച്ചി നീ എന്താടാ പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി പറയും, പിന്നെ ഇത്രയും പറഞ്ഞിട്ട് ഇവളി ചോദിക്കുന്നത് കേട്ടില്ല അച്ഛമ്മ എന്നൊക്കെ പറയും. അങ്ങനെ അവസാനം കളി തുടങ്ങും. ഓരോരാളായിട്ട് ഇങ്ങനെ പുറത്താവും. ലാസ്റ്റ് സച്ചിയും രേവതിയും ഒരുമിച്ച് മത്സരിക്കും. അവർ രണ്ടാളും ഒരുമിച്ച് ജയിക്കും, അങ്ങനെ പ്രഖ്യാപിക്കും. അപ്പോൾ എന്നിട്ടിങ്ങനെ അച്ഛമ്മ പറയും, രണ്ടാളും കൂടെ ഒരുമിച്ച് ജയിപ്പിച്ചു, പക്ഷേ ഓവറോൾ നോക്കുവാണെങ്കിൽ ചന്ദ്രയുടെ ടീമാണ് ജയിച്ചതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ സച്ചി ചോദിക്കും, സമ്മാനം എവിടെയും ചോദിക്കും. അപ്പോൾ അച്ഛമ്മ പറയും, സമ്മാനമൊക്കെ വീട്ടിലെത്തിയിട്ട് തരാമെന്ന് പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചന്ദ്രമതിയെ വിളിക്കും, നീയാണ് ഈ ടീമിൻ്റെ ലീഡർ, നിനക്കെന്തൊരു സന്തോഷമില്ലാത്തത്, നിൻ്റെ ടീമിലെ ജയിച്ചത്, നിൻ്റെ 3 മക്കളും കൂടെ നിന്നെ ജയിപ്പിച്ചു, അതിൽ സച്ചിയാണ് നിൻ്റെ ടീമിനെ വിജയിപ്പിച്ച്, സച്ചിക്ക് കൈ കൊടുക്ക് എന്നിങ്ങനെ പറയും. അങ്ങനെ ഇച്ചിരി മടിച്ചൊക്കെ നിൽക്കും, പക്ഷേ രണ്ടാളും അങ്ങോട്ടും കൂടി ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കും. അപ്പോൾ സച്ചിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ടാവും, സച്ചിക്ക് ഭയങ്കര ഫീലാവും. പിന്നെ രേവതി, നിൻ്റെ 3 മരുമക്കളിൽ കളിച്ച് ജയിച്ചത് രേവതിയാണ്, രേവതിക്കും കൈ കൊടുക്കും എന്നിങ്ങനെ പറയും. അങ്ങനെ രേവതിക്കും കൈ കൊടുക്കും. അതും സച്ചിക്ക് ഇഷ്ടമാവും. അങ്ങനൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനായിരുന്നു അത്. കരയൊന്നുമില്ല, എന്നാലും മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെ അതിനുശേഷം എല്ലാവരും കൂടെ നടന്നിങ്ങനെ വരികയാണ്. എന്നിട്ട് സുധി ഇങ്ങനെ ചോദിക്കും, എന്തിനാ അച്ഛമ്മ ഇപ്പം തന്നെ ക്ഷേത്രത്തിൽ പോകുന്നത്, എനിക്കാകെ ഗെയിമൊക്കെ കളിച്ചിട്ട് ശരീരമൊക്കെ വേദനിക്കുന്നു എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, പിന്നെ അവൻ്റെ വർത്താനം കേട്ട വിചാരിക്കും അവനാ മത്സരത്തിൽ ജയിച്ചെന്ന്, ഒന്ന് പോടാടുന്നെന്ന് പറയും. അങ്ങനെ അച്ഛമ്മ ഇങ്ങനെ നടക്കും, ഇപ്പം തന്നെ പോകണമെന്ന് പറയും. അങ്ങനെ എന്നിട്ട് അച്ഛമ്മ ഇങ്ങനെ പറയും, ഞാനിന്ന് കുറച്ച് രഹസ്യം പറയച്ചലൊക്കെ കേട്ടായിരുന്നു, ആരൊക്കെയോ ജയിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, ഇവനായിരിക്കും എന്ന് പറഞ്ഞിട്ട് സുധിയെ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ സുധി പറയും, ഞാൻ പറയുന്നത് നീ കേട്ടോടാ എന്നിങ്ങനെ ചോദിക്കും. എന്നിട്ട് അച്ഛമ്മ പറയും, അവൻ മാത്രമല്ല, വേറെ ഒരാളും കൂടിയുണ്ട്, അത് ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. സച്ചി പറയും, ആരാന്നൊക്കെ മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇവർ 4 ആളും ജയിക്കണം എന്നായിരുന്നു ഗൂഢാലോചന. അതായത് സുധിയും അവരെ 4 ആളെയും കാണിച്ചിട്ട് ഇവർ 4 ആളും ജയിക്കണം എന്നായിരുന്നു ഗൂഢാലോചന. അത് ഞാൻ കേട്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2 ടീമായിട്ട് തിരിച്ചത്, ഇങ്ങനൊരു ഗെയിം നടത്തിയെന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ പറയും. അപ്പോൾ രേവതിയും സച്ചിയും ജയിക്കരുതെന്നായിരുന്നു ഇവരുടെയൊക്കെ, നിങ്ങളൊക്കെ ആഗ്രഹിച്ചത് അതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരെ 4 ആളെയും ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്നിട്ട് അവർ തന്നെ ജയിച്ചില്ലേ, അവർ ജയിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷേങ്കിൽ ചന്ദ്ര ജയിച്ചപ്പോൾ അവർ 2 ആളും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാരണം അവർക്ക് ശത്രുതയൊന്നുമില്ല. ചന്ദ്ര ജയിച്ചപ്പോൾ സച്ചിയും രേവതിയും നല്ലോണം മനസ്സ് തുറന്ന് സന്തോഷിച്ചു. പിന്നെ നിങ്ങൾ ജയിച്ചപ്പോൾ സച്ചി നിന്നെ പൊക്കിയെടുത്ത് സന്തോഷം പ്രകടിപ്പിച്ചില്ലേ, രേവതിക്കും അതിലൊന്നും എതിർപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. ഇതിനർത്ഥം എന്ന് വെച്ചാൽ എന്നെ എല്ലാവരും നല്ല സന്തോഷത്തോടെ എല്ലാവരെയും ഒരേ കണ്ണോടുകൂടി നീ കാണണം, മരുമക്കളായാലും മക്കളായാലും ഒരേ കണ്ണോടുകൂടെ 3 മക്കളെയും ഒരുപോലെ സ്നേഹിക്കണം എന്നൊക്കെ പറയും. അച്ഛമ്മ പറഞ്ഞു കൊടുക്കും. പക്ഷേ ചന്ദ്രക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്നിട്ട് സച്ചി പറയും, അച്ഛമ്മ അടിപൊളിയാണ്, ഒരു ഗെയിം നടത്തി, ഇത് മനസ്സിലാക്കി തരാനാണ് ഗെയിം നടത്തിയെന്ന് ഇങ്ങനെ അച്ഛമ്മ പറയും കേട്ടോ. അപ്പോൾ സച്ചി പറയും, അച്ഛമ്മ അടിപൊളിയാണ്, ഇങ്ങനെ ഗെയിമും നടത്തി ഗെയിമിലൂടെ ഒരു മെസ്സേജും കൂടെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൈയൊക്കെ തട്ടിയിട്ട് അവർ എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ രാത്രിയായി. എൻ്റെ ക്ഷേത്രത്തിലെ പ്രസാദ് എല്ലാവരും കൂടെ ചുറ്റിലും ഹാളിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ രേവതി ഇങ്ങനെ ക്ഷേത്രത്തിലെ പ്രസാദ് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് പറയും, ശ്രീകാന്ത് പറയും, എല്ലാം മത്സരമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പം നമ്മൾ നാട്ടിലേക്ക് പോട്ടെ, എനിക്ക് റെസ്റ്റോറൻറ്റിൽ പോകണം, ഇന്നും കൂടെ വിളിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയും. എനിക്ക് സ്റ്റുഡിയോ പോകണമെന്ന് വർഷയും പറയും, പാർലറിൽ പോകണമെന്ന് ശ്രുതിയും പറയും. അങ്ങനെ പൂക്കട തുറക്കണമെന്ന് രേവതിയും പറയും. അപ്പോൾ പൂക്കട തുറക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചന്ദ്ര പറയും, പിന്നെ വലിയൊരു IT കമ്പനിയല്ലേ തുറക്കാൻ വേണ്ടിയിട്ട്, ലക്ഷങ്ങളുടെ ലാഭമല്ലേ കൊയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കും. അപ്പോൾ അച്ഛമ്മ പറയും, നിനക്ക് രേവതി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല അല്ലേ എന്നൊക്കെ പറയും.
അപ്പോൾ സച്ചി അത് ഇതാക്കാൻ വേണ്ടിയിട്ട് പറയും, അച്ഛമ്മ എല്ലാവർക്കും അവരവരുടെ ജോലിക്ക് പോകണം, അതുകൊണ്ടല്ലേ അവർ പോകണം എന്ന് പറയുന്നത്. പക്ഷേ ഇതാ ഇവൻ സുധിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഇവൻ അങ്ങനെയൊന്നും പറയില്ല, കാരണം ഇവർക്ക് പോയിട്ട് ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇവന് പോയിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും. ഇവൻ ഇവിടെ തന്നെ നിർത്തുന്നത് നല്ലത്, ഇവിടെ തോട്ടത്തിൽ പണിയെടുത്തോട്ടെ, അച്ഛമ്മക്ക് ഒരു കൂട്ടാവും സഹായമാവും എന്നൊക്കെ പറയും. മേലാണെങ്കിൽ പണി ചെയ്യേണ്ടതുകൊണ്ട് അവൻ ചിലപ്പോൾ മടി കാണിച്ചു നിൽക്കും. പക്ഷേ എന്നാൽ പിന്നെ ഇവന് പശുവിനെ നോക്കുന്ന ജോലി കൊടുത്തു, അതാകുമ്പോൾ അത്ര മേലാനങ്ങൊന്നും വേണ്ടല്ലോ, പശുവിൻ്റെ പിണ്ണാക്ക് മോഷ്ടിച്ച് തിന്നുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കാം. അപ്പോൾ ശ്രുതി പറയും, കണ്ടോ അച്ഛൻ, ഇവൻ എപ്പോഴും ഇതന്നെയാണ് പണി, ഇവൻ്റെ ഹോബിയാണ് ഇത്, ഏട്ടന് കൊടുക്കേണ്ട ബഹുമാനമൊന്നും ഇവൻ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും, ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ, നിൻ്റെ വർത്താനം നീ നിർത്തിക്കോ എന്നൊക്കെ പറയും. ഇവിടുന്ന് പോകുന്നവരെങ്കിലും ഒന്ന് സമാധാനത്തോടെ ഇരിക്കുന്നൊക്കെ പറയും സച്ചിയോട്. അപ്പോൾ സച്ചി പറയും, അപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അടി കഴിയാല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അവൻ്റെ കളിയാക്കൽ കേട്ടിട്ട് ചന്ദ്രമതിക്കും ശ്രുതിക്കൊക്കെ നല്ലോണം ദേഷ്യം പിടിച്ചിരുന്നു. എന്നിട്ട് അങ്ങനെ അതൊക്കെ കഴിയും. അപ്പോൾ രേവതി പറയും, മത്സരമൊക്കെ വേഗം കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും, കുറച്ചും കൂടെ വേണമായിരുന്നു എന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി എനിക്കും വയ്യ, അതൊന്നും മതിയായിരുന്നു, ഇനിയൊന്നും വേണ്ടെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ വർഷ പറയും, ഇവിടെ ഇരുന്ന് ഗെയിം കളിക്കാമല്ലോ എന്നിങ്ങനെ പറയും. അതിനെന്താ ഇവിടെ നിന്ന് ഗെയിം കളിക്കാമല്ലോ എന്ന് പറയും. അപ്പോഴാണ് എല്ലാവരും പറയാം, മതിയായി. ശ്രുതി പറയും, എൻ്റെ കയ്യും കാലൊക്കെ വേദനിക്കുന്നു, മതിയായി, ക്ഷീണം പിടിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അതിനകത്ത് ഗ്രൗണ്ടിൽ പോയി കളിക്കേണ്ട കളിയല്ല, ഇവിടെ ഇരുന്ന് തന്നെ കളിക്കാമെന്ന് ഇങ്ങനെ വർഷ പറയും. എന്നിട്ട് സംഭവം ട്രൂത്ത് ഓർ ഡെയർ ആണ്. എന്നിട്ട് അതിനെക്കുറിച്ച് വിവരിച്ച് കൊടുക്കും. ട്രൂത്ത് ഓർ ഡെയർ ഒരാൾ ചോദിക്കും, ട്രൂത്ത് പറയുകയാണെങ്കിൽ സത്യം പറയണം, ഡെയർ ആണെങ്കിൽ ഒരു ടാസ്ക് പോലെ എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയും, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയും. അപ്പോൾ അച്ഛമ്മ പറയും, ആഹാ ഇത് അടിപൊളി കളിയാണല്ലോ, നന്നായിട്ടുണ്ട്, ഇത് നമുക്ക് കളിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ വർഷ പിന്നെ എടുത്ത് പറയുന്നൊരു ക്യാരക്ടറാണല്ലോ, അവളൊന്നും ചിന്തിക്കില്ലല്ലോ. വർഷ പറയും, കണ്ട അച്ഛമ്മക്ക് വരെ മനസ്സിലായി, എന്നിട്ടും ആൻറ്റിക്ക് മനസ്സിലായില്ലല്ലോ, ആൻറ്റീൻ്റെ തലയിൽ എന്താ ചളിയാണോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ എല്ലാവരും ചിരിക്കും, രേവതിയും സച്ചിയൊക്കെ ചിരിക്കും. എന്നിട്ട് അങ്ങനെ സച്ചി പറയും, ഇതൊന്നും വേണ്ട, ഇതൊക്കെ ചെറിയ കുട്ടികൾ കളിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ രവിയച്ഛൻ പറയും, പിന്നെ നീ പിന്നെ 70 വയസ്സായി കളവാനല്ലേ, മിണ്ടാണ്ടിരുന്ന് കളിക്കടാന്ന് പറയും. അങ്ങനെ വർഷ പറയും, ഞാൻ തന്നെ ആദ്യം തുടങ്ങാമെന്ന് പറയും. എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കും, ശ്രീകാന്ത് പറ ട്രൂത്ത് ഓർ ഡെയർ പറയും. അപ്പോൾ ട്രൂത്ത് പറയും. എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കും, എന്നെ കൂടാതെ വേറൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീകാന്ത് ആദ്യം മുങ്ങിയൊക്കെ കളിക്കും, ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ വർഷ പറയും, ഒന്നും വിചാരിക്കൊന്നുമില്ല, നീ പറഞ്ഞോ, ഞാനൊന്നും വിചാരിക്കില്ല എന്ന് പറയും. എന്നിട്ട് പറയും, സ്കൂളിൽ പഠിക്കുമ്പം ഒരു എന്താ പറയും. അപ്പോൾ എല്ലാവരും കള്ള എന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ പറയും, നീ ആൾ കൊള്ളാലോ ചെറുപ്പത്തിൽ തന്നെ എന്നൊക്കെ പറയും. എന്നിട്ട് അതവിടെ കഴിയും. എന്നിട്ട് അടുത്ത് ശ്രീകാന്ത് ചോദിക്കുമെന്ന് പറയും. അങ്ങനെ ശ്രീകാന്ത് സുധീനോട് ചോദിക്കും, ട്രൂത്ത് ഓർ ഡെയർ പറഞ്ഞിട്ട് അവൻ ഡെയർ പറയും. അപ്പോൾ സച്ചി പറയും, അവൻ അതേ പറയുള്ളൂ, അവന് സത്യം പറയാൻ കഴിയില്ല, അതുകൊണ്ട് ഡെയറേ പറയുമെന്ന് പറയും. എന്നിട്ട് 10 പുഷപ്പ് എടുക്കാൻ വേണ്ടി പറയും. അപ്പോൾ സുധി വലിയ ഇതുപോലെ ആക്കിയിട്ട് മിനിമം 50 എൻ്റെ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുഷ്പം പോലെ എടുത്തുതരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു 5-6 തന്നെ അവൻ നിർത്തിക്കളയും. എന്നിട്ട് എല്ലാവരും കൂടെ കളിയാക്കും. അത് കഴിഞ്ഞിട്ട് സുധി വർഷയോട് ചോദിക്കും, ആരോടും പറയാത്ത, വീട്ടിൽ ആരോടും പറയാത്ത സീക്രട്ട് എന്താണെന്ന് ചോദിക്കും. ഒളിപ്പിച്ച് വെച്ച സീക്രട്ട് പറയാമെന്ന് പറയും. എന്നിട്ട് വർഷ പറയും, നിങ്ങൾക്ക് ആർക്കും അറിയില്ല, നിങ്ങളന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഒരുക്കിയില്ലേ, പക്ഷേങ്കിൽ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അന്നല്ലായിരുന്നു, അതിന് മുന്നേ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ശ്രീകാന്ത് ഇങ്ങനെ കൈപിടിക്കും. എന്നിട്ട് എൻ്റെ വർഷ, നീ സത്യമൊന്നും പറയണ്ട, നീ വായി പൂട്ടി ഇവിടെ നിന്നു, എൻ്റെ മനസ്സിൽ തന്നെ വെച്ചോ എന്നിങ്ങനെ ചന്ദ്രയൊക്കെ പറയും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് ശ്രുതിയോട് ചോദിക്കും, ഏട്ടത്തി അവസാനം എന്ത് കള്ളത്തരാന്ന് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ സച്ചി പറയും, ശ്രീകാന്തെ അത് അടിപൊളി ചോദ്യമാണ് കേട്ടോ എന്നിങ്ങനെ പറയും. അപ്പോൾ തന്നെ ശ്രുതിയുടെ മുഖമൊക്കെ ആകെ മാറും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവിടെയാണ് കഴിയുന്നത്. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.